1956 ജനപ്രാതിനിധ്യ നിയമം 151A അനുസരിച്ച് ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷന് ബാധ്യതയുണ്ട്. എന്നാൽ അതിന് 2 ഒഴിവ് കിഴിവുകളും അതേ വകുപ്പ് തന്നെ പറയുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തേത് കാലാവധി 1 വർഷത്തിൽ താഴെയാണെങ്കിൽ നടത്തേണ്ടതില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും കൂടി ആലോചിച്ച് ഉപതിരഞ്ഞെടുപ്പ് അസാധ്യമാണെന്ന് കണ്ടെത്തിയാലും നടത്തേണ്ടതില്ല. ഈ 2 ഘട്ടങ്ങളിലൊഴികെ 6 മാസത്തിനുള്ളിൽ ഉപതിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് എന്ന ജനപ്രാതിനിധ്യ നിയമം പറയുന്നത്. പൊതു തിരഞ്ഞെടുപ്പിലേക്ക് ഇനി 8 മാസം മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഉപതിരഞ്ഞെടുപ്പ് പാലക്കാട് പ്രഖ്യാപിക്കില്ല. ഇത്തരം ഘട്ടങ്ങളിൽ രാജ്യത്തൊരിടത്തും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ചരിത്രവുമില്ല. അങ്ങനെ നോക്കിയാൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന് പറയാം. അതോടെ 3 മുന്നണികൾക്കും തുല്യ സാധ്യതകളാണ് പാലക്കാട് തുറന്നിടുന്നത്. രാഹുൽ മങ്കുടത്തിൽ 18,840 വോട്ടിനാണ് പാലക്കാട് നിന്നും ജയിച്ചു കയറിയത്. പാലക്കാട് മണ്ഡലത്തിൽ 1952 മുതലുള്ള ചരിത്രത്തിൽ 13 തവണയും ജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളും കോൺഗ്രസ് പിന്തുണച്ചവരുമാണ്. 5 തവണ മാത്രമാണ് CPIM സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാത്രം കോൺഗ്രസിന്റെ മണ്ഡലമാണെന്ന് തീർത്തു പറയാൻ കഴിയില്ല. 2021 തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ജയിച്ചത് വെറും 3859 വോട്ടിനാണ്. അത്ഭുതങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ഈ ശ്രീധരനിലൂടെ BJP തെളിയിച്ച തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. ഷാഫി പറമ്പിൽ 54,079 വോട്ട് നേടിയപ്പോൾ ശ്രീധരന് 50,220 വോട്ടും ലഭിച്ചു. മണ്ഡലത്തിലെ BJPയുടെ ഏറ്റവും ഉയർന്ന വോട്ടും അതായിരുന്നു.